ഹലോ എവരി വൺ. സോ നമ്മൾ ഒളിമ്പിയാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഏതൊക്കെയാണ് സിലബസ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ഓരോ വീഡിയോസിൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഒളിമ്പിയാഡ് എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമ്മൾ സ്കൂളിൽ എഴുതുന്ന പോലെയുള്ള ഒരു ബോർഡ് എക്സാമിന്, അതായത് ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് A+കൾ കിട്ടുന്ന എക്സാമുകൾ ഉണ്ടല്ലോ, സ്കൂൾ എക്സാമുകൾ, അതുപോലെയുള്ള എക്സാമുകളായിരിക്കില്ല ഒരിക്കലും ഒളിമ്പിയാഡ് അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ. ഇത് നിങ്ങൾക്ക് അതിനേക്കാളും ഒന്നും കൂടെ നിങ്ങളുടെ ഒരു നിങ്ങൾ എത്രമാത്രം കോൺസെപ്റ്റൽ ബേസ് ഉണ്ട്, നിങ്ങൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന എക്സാമുകളാണ്. മാത്രമല്ല ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, കാരണം അവർ എഴുതുന്ന കംപ്ലീറ്റ് എക്സാമുകളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന അതേ പാറ്റേണിൽ NTA-യുടെ അതേ ഫോർമാറ്റിലാണ് എഴുതുന്നത്. ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം, നമ്മൾ സാധാരണ എഴുതാറുള്ള പോലെ സ്കൂൾ എക്സാമിനെ പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസർ ചെയ്ത് എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ കറക്റ്റ് ഓപ്ഷൻ മാത്രം അവിടെ നമ്മൾ OMR ഷീറ്റിൽ ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യാം, ഇതാണ് പരിപാടി. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതോ, ഏത് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നു, ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നു, അതിനൊന്നും ഇവിടെ ഒരു റിലവൻസും ഇല്ല. നിങ്ങൾ എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് ഉപയോഗിക്കാം, ഏത് കോൺസെപ്റ്റ് ഉപയോഗിക്കാം, അതിനൊന്നും ഒരു റിലവൻസും ഇവിടെ ഇല്ല. ഫൈനൽ ആൻസർ എന്തായാൽ മതി, കറക്റ്റായാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫൈനൽ ആൻസർ അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യൂല, കോമ്പറ്റീവ് എക്സാമുകൾ കിട്ടില്ല. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഡയറക്റ്റ് ആയിട്ട് തിയറി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ പൊതുവെ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സോൾവ് ചെയ്യാത്ത ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അത് കാണുമ്പോഴേ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താവരുത്, ഡെസ്പ് ആവരുത്. പകരം അത് സോൾവ് ചെയ്യാൻ നമ്മൾ വളരെ പേഷ്യൻസോട് കൂടി നമ്മൾ പറയുന്ന ഐഡിയകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ചില ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിലും നമ്മളത് വളരെ പേഷ്യൻസോട് കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അറ്റ് ഷിംല ദ ടെമ്പറേച്ചർ വാസ് -7 degrees Celsius on Tuesday. It then dipped by 3 degrees Celsius on Wednesday. On Thursday, it rose by 6 degrees Celsius. What was the temperature of Shimla on Wednesday and Thursday respectively എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ന്യൂസിലൊക്കെ പറയാറുണ്ട് ഇത്ര ഡിഗ്രി സെൽഷ്യസ് കൂടി, ഇത്ര കുറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് യൂഷ്വലി ഐസ് വാട്ടറായി മാറുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളൊക്കെ, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, കാശ്മീർ, ലഡാക്ക്, കുളു മണാലി, ഇവിടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മഞ്ഞ് മൂടി കിടക്കാറുണ്ട്. അപ്പോൾ അവിടെ മഞ്ഞ് വരാനുള്ള കാരണം എന്താണ്, അവിടുത്തെ ടെമ്പറേച്ചർ വളരെ ലോ ആയി നെഗറ്റീവ് സൈഡിലോട്ട് മാറുന്നതുകൊണ്ടാണ്. അതായത് 0 കഴിഞ്ഞ് നെഗറ്റീവ് സൈഡിലോട്ട് മാറുമ്പോൾ എന്തുണ്ടാവും, അവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാവും, അവിടുത്തെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറൊക്കെ മഞ്ഞായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷിംല എന്ന് പറയുന്ന അതുപോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ട്യൂസ്ഡേയിലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ട്യൂസ്ഡേ നമുക്ക് ഓരോന്നും എടുക്കാം. ഇപ്പോൾ ട്യൂസ്ഡേയിലുള്ള ടെമ്പറേച്ചർ എത്രയാണ്, -7 ഡിഗ്രി സെൽഷ്യസ്. മൈനസ് ആണ്, നെഗറ്റീവ് ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് വളരെ കട്ടി കൂടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും അവർ നടക്കുക. പിന്നെ മാത്രമല്ല നിങ്ങൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, അവർ കുറേ വിറകൊക്കെ വെച്ച് തീയൊക്കെ ഉണ്ടാക്കി ആ തീയിന്ന് ചൂടൊക്കെ പിടിച്ചിരിക്കുന്നത്, കാരണം അത്രയും ടെമ്പറേച്ചർ കുറവാണ്, അവിടെ വളരെ തണുപ്പാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ ആയപ്പോഴേക്കിന് 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അതാ ഇറ്റ് ദെൻ ഡിപ്ഡ് ബൈ 3 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അപ്പോൾ ഓൾറെഡി -7 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ട്യൂസ്ഡേ ഉള്ളത്, അതിൽ നിന്ന് എത്രയും കൂടി കുറഞ്ഞു, ഒരു 3 ഡിഗ്രി സെൽഷ്യസും കൂടി കുറഞ്ഞു. ഇപ്പോൾ എത്രയായി ടെമ്പറേച്ചർ, -7 -3. നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഇൻഡിജേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതും ഡിഫറൻറ്റ് സൈന് വരുന്നവർക്ക് എങ്ങനെയാണ് എന്നുള്ളത് ബേസിക് മാത്ത് കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിൻ്റെ മെത്തേഡിലോട്ട് കിടക്കുന്നില്ല. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ബേസിക് മാത്ത് കോഴ്സ് ജസ്റ്റും കണ്ടാൽ മതി കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സും ജോയിൻ ചെയ്യാം. -7 -3 എന്ന് പറയുന്നത് രണ്ടും നെഗറ്റീവാണ്. സോ -10 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരിക. അപ്പോൾ വെനസ്ഡേയിലെ ടെമ്പറേച്ചർ എത്രയാണ്, -10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് വാസ് ദ ടെമ്പറേച്ചർ ഓഫ് ഷിംല ഓൺ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ റെസ്പെക്റ്റീവ്ലി. വെനസ്ഡേയും തേഴ്സ്ഡേയിലെയും ടെമ്പറേച്ചർ കാണണം. അപ്പോൾ ഇവിടെ വെനസ്ഡേയിലെ ടെമ്പറേച്ചർ -10 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കി A ഓപ്ഷൻ -4 എന്നുള്ളതാണ് ഫസ്റ്റ് കൊടുത്ത്, പക്ഷേ അവിടെ -10 ആണ് വരേണ്ടത്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. B ഓപ്ഷനിൽ -10 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഫസ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അതാവാം.
സി ഓപ്ഷൻ എന്താ -12°C ആണ് ആദ്യത്തത്, അതും ആവില്ല. ഡി ഓപ്ഷനും ആദ്യത്തെ -10 ആണ്. അപ്പോൾ ബിയിലും ഡിയിലും എന്താണ് -10 ആണ് ആദ്യത്തെ. അപ്പോൾ ബിയോ ഡിയോ ആൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും എയും സിയും അല്ല, നമുക്ക് അവിടെ നിന്ന് അവർ രണ്ടുപേരും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത കേസ് നോക്കാം. തേഴ്സ്ഡേയിലോട്ട് എത്തി. തേഴ്സ്ഡേ എന്താ സംഭവിച്ചേ? ഓൺ തേഴ്സ്ഡേ ഇറ്റ് റോസ് ബൈ 6°C. 6°C ഇൻക്രീസ് ചെയ്തു. 6°C എന്ത് ചെയ്തു, അത് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ വെനസ്ഡേ ഉണ്ടായിരുന്ന -10 ആണ് അല്ലെ, -10 ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആ -10°C നിന്ന് എത്ര ഇൻക്രീസ് ചെയ്തു? 6°C കൂടി. ഇതും നമ്മൾ ബേസിക് മാത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഗ്രേറ്റർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. സോ 10 - 6 4 ആണ്. സോ -4 എന്ന് വരും. ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതൊരു ഒളിമ്പിയാഡ് എക്സാമിനുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ അത് പഠിപ്പിക്കുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇൻഡിജേഴ്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും എവിടെയും എന്ത് ചെയ്യില്ല. ഒരു ഒളിമ്പിയാഡ് ലെവലിൽ ക്ലാസ്സുകൾ എടുക്കുന്നതാണെങ്കിൽ, ചെറിയ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ ബേസിക് ലെവലിൽ എടുക്കുന്നിടത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പഠിപ്പിക്കുള്ളൂ. കാരണം അത് പഠിപ്പിക്കുക നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒളിമ്പിയാഡ് എക്സാമിനുള്ള കോൺസെപ്റ്റ് പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ബേസിക് കോൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 1000+ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബേസിക് മാത്ത് കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബേസിക് മാത്ത് കോഴ്സിൽ ഇതുപോലെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് ഇൻഡിജേഴ്സ് മാത്രമല്ല, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, റേഷ്യോ, പെർസെൻറ്റേജ്, ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുള്ള കൺഫ്യൂഷനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ A to Z ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസും റെക്കോർഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് അവിടെ ബേസിക് മാത്ത് കോഴ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ മതി. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ തേഴ്സ്ഡേയുടെ ടെമ്പറേച്ചർ -4°C ആണ്. ഇനി ഓപ്ഷൻസ് നോക്കിയേ. ബി ഓപ്ഷൻ -10 -4. സോ അതാണ് നമുക്ക് വേണ്ട ഓപ്ഷൻ. ഡി ഓപ്ഷനിലോ -10 4 ആണ്, പോസിറ്റീവ് ആണ്, പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇൻഡിജേഴ്സിൻ്റെ ഓപ്പറേഷൻസ് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിറ്റീവ്ലി ഒളിമ്പിയാഡ് എക്സാമുകൾക്ക് വരുന്നതിൽ ഒരു ഈസി കാറ്റഗറി എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് പുതിയ കോൺസെപ്റ്റ്സ് ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇൻഡിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താണ്. പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ഇതിൻ്റെ മുകളിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോസിൽ കവർ ചെയ്യൂല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൽ കവർ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കരുത്. ഇവിടെ നമ്മൾ ഒളിമ്പിയാഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒളിമ്പിയാഡ് സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ബേസിക്സ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. അതിലൊക്കെ ഇതുപോലത്തെ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ, സോ ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്